നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം നടന്ന പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി അങ്കണത്തിലേക്ക് അവസാനമായി അവർ വീണ്ടും എത്തി. അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേദന കടിച്ചമർത്തി ഉറ്റവർ ഓടിയെത്തി. കൂടൽ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസിലേക്ക് കാർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച മല്ലശ്ശേരി പൂത്തേത്തുണ്ടിയിൽ മത്തായി ഈപ്പൻ മകൻ നിഖിൽ, ഭാര്യ മല്ലശ്ശേരി പുത്തൻവിള കിഴക്കേയിൽ അനു ബിജു, അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരുടെ സംസ്കാരം ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടത്തി. രാവിലെ 6:30 മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ച ശേഷം 8-ന് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. 8:15 മുതൽ പള്ളിയിൽ പൊതുദർശനം തുടങ്ങിയിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും അടക്കം വൻ ജനാവലിയായിരുന്നു അവസാനമായി അന്ത്യയാത്ര നൽകാൻ എത്തിയത്. മത്തായി ഈപ്പൻ, നിഖിൽ, അനു എന്നിവരുടെ മൃതദേഹം ഒരു കുടുംബ കല്ലറയിലും ബിജു പി ജോർജിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ കുടുംബ കല്ലറയിലുമായിരുന്നു സംസ്കരിച്ചത്. പള്ളിയിലെ ശുശ്രൂഷകളും പൊതുദർശനവും പൂർത്തിയാക്കി 1 മണിയോടെ സംസ്കാരം നടത്തി. സംസ്കാര ശുശ്രൂഷകൾക്ക് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ കൂറിലോസ്, മാവേലിക്കര രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ്, പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയസ്, യൂഹാനോൻ മാർ ക്രിസ്റ്റോസം എന്നിവർ നേതൃത്വം നൽകി. ജനീഷ് കുമാർ MLA, CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം PJ കുര്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ, പ്രമാടം പഞ്ചായത്ത് പ്രസിഡന്റ് H നവനീത്, കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ DK ജോൺ, രാജു എബ്രഹാം, ജോസഫ് M പുതുശ്ശേരി, AICC വക്താവ് അനിൽ ബോസ്, MG കണ്ണൻ, മാത്യു കുളത്തിങ്കൽ, ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം, ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം, ജോഷുവ മാർ നിക്കോദിമോസ്, ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ, തുമ്പമൺ ഭദ്രാസന സെക്രട്ടറി ജോൺസൺ കല്ലിട്ടതിൽ, കോർ എപ്പിസ്കോപ്പ ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ ഫാദർ ബിജു തോമസ്, ഫാദർ ബിജു മാത്യൂസ്, ജോർജ് വർഗീസ് കൊപ്പാറ, G ജോൺ, അനി കിഴക്കുപുറം, രഞ്ജു M ജോയി തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന അപകടത്തിലാണ് നവദമ്പതികളും അവരുടെ പിതാക്കന്മാരും ഉൾപ്പെടെ 4 പേർ മരിച്ചത്. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തുന്നതിന് വേണ്ടിയാണ് സംസ്കാരം വൈകിച്ചത്. കാനഡയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഖിൽ കഴിഞ്ഞ മാസം 25-നാണ് വിവാഹത്തിനായി നാട്ടിലെത്തിയത്. നിഖിലിന്റെ കൂടെ അടുത്ത മാസം കാനഡയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനു. അതേസമയം അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് FIR-ൽ പറയുന്നത്. കാർ ഓടിച്ച ആളുടെ അശ്രദ്ധയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. കാർ അമിത വേഗതയിലായിരുന്നുവെന്നും മിനി ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നും ബസിന്റെ ഡ്രൈവർ മൊഴി നൽകി. മധുവിധു ആഘോഷിച്ച് മലേഷ്യയിൽ നിന്ന് തിരികെ എത്തുന്ന നിഖിലിനെയും അനുവിനെയും വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന വഴി മുറിഞ്ഞകല്ലിൽ വെച്ച് ഇവർ സഞ്ചരിച്ച കാർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. 8 വർഷത്തെ പ്രണയത്തിന് ശേഷം കഴിഞ്ഞ നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. 15 ദിവസം മാത്രമാണ് ഇരുവരും ഒന്നിച്ച് ജീവിച്ചത്. നിഖിലിന്റെ കൂടെ അടുത്ത മാസം കാനഡയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അനു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.